നമ്മൾ എവിടെ പോയതാ? ജയിക്കിന് ടെൻഷനായി ആൽബിന് ഇറങ്ങിപ്പോയി. അപ്പൊ ഞാനുണ്ടല്ലോ, ഇതാരാ അമ്മന്റെ പൊന്നോ? അമ്മന്റെ പൊന്ന് എന്നെ നോക്കുന്ന ഇടി ശാലം. ആൽബിച്ച് പോയി കഴിഞ്ഞാ പിന്നെ ജയിക്കിന് ടെൻഷനാ. ജയിക്കുമോൻ കുഞ്ഞാവേ ചേട്ടൻ വന്ന് ഒളിഞ്ഞു നോക്കിയിട്ടുണ്ടോ നിന്നെ? ഹലോ ഗൈസ്, അപ്പൊ നമ്മളിപ്പോൾ നിൽക്കുന്ന പച്ചക്കറി മാർക്കറ്റിലാണ്, എറണാകുളം. ഞാനിവിടെ ഫസ്റ്റ് ടൈമാണ് കേട്ടോ. മാർക്കറ്റ് ഒന്നും പക്ഷെ പറഞ്ഞു കേട്ടിട്ടുള്ളൂ. ഇവിടെ ആദ്യമായിട്ട് വന്ന് ഞാനവിടെ ചായ കുടിച്ചിരിക്കുവായിരുന്നു. എന്നെ ചുമ്മാ വന്നോ ഇവന്മാരുള്ളതുകൊണ്ട് ഞാനൊന്ന് പോന്നു. നോക്കിയേ ഇവിടുത്തെ കിടന്ന് കാണിക്കുന്നത്. നോക്കിയേ, അവൻ ഈ മാർക്കറ്റിലൊന്നും കണ്ടിട്ടില്ല കുഞ്ഞ്. എനിക്ക് പിന്നെ ഫുൾ എക്സ്പ്ലോർ ചെയ്ത് എല്ലാം അറിയാം. അവൻ ആദ്യമായിട്ട് ഇത്ര ആൾക്കാരെയും പോവാനൊക്കെ പറ്റും. മാങ്ങ പൂവമ്പഴം കൂടി ഉണ്ടോന്ന് ചോദിക്കണേ അൽച്ചാ. ഞാൻ എന്തായാലും ഇറങ്ങുന്നില്ല. ഞാൻ ആദ്യമായിട്ട് ഇങ്ങോട്ട് വരുന്നത്. ഇല്ല എവിടെ പോവാ ജയിക്കുമോനെ? ജയിക്കുമോന് എന്താ വേണ്ട? ബീൻസ്, പയറ്, തക്കാളി. എന്നാ ജയിക്കുമോന് വേണ്ടേ? ലൂക്കിന്റെ എന്താ വേണ്ടേ? ലൂക്കാ നോക്കി വയ്ക്കുന്നു. എല്ലാം അങ്ങ് വാങ്ങിച്ചോ. എനിക്ക് പൂവമ്പഴം ഉണ്ടെങ്കിൽ വാങ്ങിക്കണേ. പഴുത്തില്ലേലും കുഴപ്പമില്ല, വാങ്ങിച്ചോ. എനിക്ക് ഡാഡിക്കും കൊതിയാ, അങ്ങ് രണ്ടുപേർക്കും ഇല്ല. ഈ ലോറി കിടക്കുന്ന ഇതിലായിരിക്കും വരുന്നല്ലേ? നോക്കി നിൽക്കുന്നേന്ന് നോക്കി. ജയിക്കിനെ കാണാൻ എത്ര പേരാ നോക്കി നിൽക്കുന്നേന്ന് നോക്കി. എല്ലാ ചേട്ടന്മാരും ജയിക്കിനെ നോക്കുന്നേ. ജയിക്കാൻ മുഖമൊന്നതാ ജയിക്കും മോനെ. എവിടെ ജയിക്കിന് ടെൻഷനായി. ആൽബിച്ചൻ പോയി കഴിഞ്ഞാൽ പിന്നെ ജയിക്കുമോൻ ഇതുകൊണ്ട് നിൽക്കുന്ന ആൽബിച്ചൻ. പച്ചക്കറി വാങ്ങിച്ച് വരും കേട്ടോ. ഉള്ള എല്ലാം ഉണ്ടല്ലോ, ഫ്രഷ് സാധനങ്ങൾ. നമ്മൾ ഈ എറണാകുളം മാർക്കറ്റിൽ നിന്ന് വാങ്ങിയുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നല്ല സാധനമായിരിക്കും. അതേപോലെ പ്രൈസ് ഇവിടുന്നാണ് നമ്മുടെ എറണാകുളത്തോട്ടുള്ള ഷോപ്പിലേക്കും അങ്ങനെ എല്ലായിടത്തോട്ടും പോകുന്നത് ഇവിടുന്നാണ്. പക്ഷേ നമ്മൾ രാവിലെ വന്നില്ലെങ്കിൽ നമുക്ക് പിന്നെ വണ്ടിയും കൊണ്ട് കയറാൻ പറ്റത്തില്ല. ഈ സമയത്ത് വന്നാൽ നമുക്ക് വണ്ടിയും കൊണ്ട് കയറാം. എന്നിട്ട് തന്നെ അത്യാവശ്യം തിരക്കുണ്ട്. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ നോക്കി വേണം വണ്ടി ഇടാൻ. നമ്മൾ രാവിലെ വന്നം ഈ ഒരു 10-11 മണിക്ക് മുന്നെങ്കിലും വന്നം. അന്നേരം വലിയ കുഴപ്പമില്ലാതെ നമുക്ക് പാർക്ക് സൈഡിലോട്ട് വണ്ടി ഒതുക്കി ഇട്ടിട്ട് സാധനങ്ങൾ വാങ്ങിക്കാം. പക്ഷെ ഇവിടുന്ന് വാങ്ങുന്നതാണ് നല്ല പച്ചക്കറിയും കിട്ടും. പിന്നെ റേറ്റ് ഭയങ്കര കുറവായിരിക്കും. നമുക്ക് ബൾക്കായിട്ടൊന്നും വാങ്ങണ്ട. എന്നാൽ പോലും നമുക്ക് അടുത്താണ് ഇവിടെ ഒന്ന് വാങ്ങാൻ. ഞാനിവർ വന്നിട്ടില്ല കേട്ടോ. ഞാനിപ്പോൾ ലുലുവിലും അവിടെയൊക്കെ പോകുന്ന കാരണം അന്ന് ഇങ്ങനെ വാങ്ങിക്കത്തേ ഉള്ളൂ. ആൽബിച്ചിനോടെ വരാറുണ്ട്. പക്ഷെ ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത് തന്നെ ഞാൻ ഉറങ്ങി എണീറ്റ് ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മാർക്കറ്റിൽ പോകുന്നത്. എല്ലാം വളരെ പെട്ടെന്ന് തന്നെ ബ്ലോഗ് എടുക്കണമെന്നും ഒന്നും ചിന്തിച്ചില്ല. പിന്നെ ഇവന്മാരുള്ളത് കൊണ്ട് മാത്രം ഞാൻ ബ്ലോഗ് എടുക്കുക. കണ്ടോ, ജയിക്കിനാണെങ്കിൽ ഇപ്പോൾ കുറേ നാളായി അങ്ങനെ പുറത്തോട്ടൊന്നും അധികം ഇറക്കുന്നില്ല. പണ്ട് സ്ഥിരം പുറത്തായിരുന്നു ജയിക്ക്. എപ്പോഴും ഞങ്ങൾ പോയാലും വണ്ടിയിൽ കയറ്റാണ് കൊണ്ടുപോകാറ്. ഇപ്പം ഞങ്ങൾ ജയിക്കിനെ ഇറങ്ങും കൊണ്ടുപോകാറുണ്ട്. പ്രായമൊക്കെ ആയി, അപ്പാപ്പനായി ജയിക്കുമോ. നീ തീർന്നു.
അപ്പം ദേ ബ്ലോക്കൊന്നുമില്ല. ദേ ഇത്രയും സാധനങ്ങൾ വാങ്ങിച്ചു. കൊള്ളാല്ലേ? നമുക്ക് എന്നും ഇവിടെ വരാം. അയ്യോ അങ്ങനെ പറയരുത് പ്ലീസ്. ഇത് ചക്ക 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 വാങ്ങിച്ചാലോ നമുക്ക്? ചക്കയും ബീഫും. ചക്ക വാങ്ങിച്ച് ജീവിതത്തിൽ ഇന്നേ വരെ ചക്കയൊന്നും വാങ്ങിച്ച് ഞങ്ങൾ കഴിച്ചിട്ടില്ല ഞങ്ങളെ. പക്ഷെ കൊതിയുണ്ട് എനിക്ക് ചക്ക തിന്നെ. അപ്പോ മമ്മി അത് വെട്ടണ്ടേ പാവം. എന്തിനാ തിരിക്കുന്ന കിടന്ന്? അത് ഇവിടെ കയറ്റി തിരിക്കാലോ. ചേട്ടാ ക്യാബേജ് വാങ്ങിച്ചോണ്ടോ? പച്ചരി വാങ്ങിയല്ലോ ഇന്നലെ. നീ ആ വണ്ടിയിലൊക്കെ എന്തോരം പച്ചക്കറി വല്ല പറിച്ചങ്ങ് എടുക്കുക. കരിയാപ്പിലൊക്കെ പറഞ്ഞെടുക്കുക. ചേട്ടൻ കൊണ്ടോണോ? കൊള്ളാല്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ടു. നമുക്ക് എല്ലാ ദിവസവും വരാം ഇവിടെ. ആരാ ലൂക്കാത്? ലൂക്കയ്ക്ക് ഭയങ്കര അത്ഭുതം. നിങ്ങളെ വേണമെങ്കിൽ എനിക്ക് ഇപ്പൊ അറസ്റ്റ് ചെയ്യാം, വണ്ടി പക്ഷേ അതിനുള്ള എവിഡൻസ് എന്റെ കയ്യിൽ ഇങ്ങനെ ആൾക്കാരെ മാർക്കറ്റ് ഒന്നും കണ്ടിട്ടില്ലല്ലോ. ജയിക്ക് പിന്നെ ഇതൊക്കെ കണ്ട് മടുത്തിറങ്ങി. ഇതൊക്കെ എന്ത് ഇതിനപ്പുറം ഞാൻ കണ്ടിട്ടൊന്നും. ആണോ ചൂജാ? അടി ഇന്നും പൂണ്ടത് ജയിക്കുമോനെ. ജയിക്കുമോൻ കാഴ്ച കണ്ടിരിക്കുകയാണ്. ലൂക്കിന് അവിടെ എത്തത്തില്ല, കണ്ണ് കാണത്തില്ല, ഹൈറ്റ് ഇല്ലാത്തോണ്ട്. അതാ ലൂക്ക് ഇവിടെ കയറി നോക്കില്ല. ഞാൻ എറണാകുളം മാർക്കറ്റിൽ പോന്നിട്ട് പിന്നെ പോന്നിരുന്നു. അപ്പൊ ചോദിച്ചു പിന്നെ ഞാൻ എത്തി, താഴെ എത്തി. ജെല്ലിൽ കൂടെ നേരെ താഴേക്ക് നോക്കൂ. നേരെ താഴേക്ക് നോക്കി ഇരിപ്പുണ്ടല്ലോ അവിടെ. ആ കാരണി ഇങ്ങോട്ട് നീക്ക്, തല പുറത്തേക്ക് കാണിക്കും. കണ്ട ബിഗ് ഷോപ്പർ വേണ്ട കൊണ്ടുവന്ന് അവിടെ മാറ്റിയിരുന്നു പോയി. കാണാൻ പറ്റിയില്ല എനിക്ക്. ആ കൊഴപ്പില്ല, കണ്ടില്ല. ജയിക്കലൊക്കെ കൊണ്ടുപോണ്ടില്ല. ജയിക്ക് മൂക്ക് പിടിക്കുന്ന നോക്ക്. എന്നാ ഇങ്ങോട്ട് നോക്ക് കളിച്ച ജയിക്ക് മൂക്ക് വെച്ചേക്ക് നോക്കി വെച്ചു. അമ്മച്ചു ഗ്ലാസ് ഹായ് സാഗർ, വാട്ട് ഈസ് സഡൻ സർപ്രൈസ്? Yes, this is sudden surprise to me also. ചുമ്മാ മാർക്കറ്റ് കാണിക്കാൻ കൊണ്ടുവന്ന. ഇപ്പൊ തുറന്ന ചാടി ഇറങ്ങും അമ്മച്ചിന്റെ കൂടെ. പിടിച്ചോണ്ടോ പോലീസ്. പോട്ടതാ തെറ്റെന്റെ ഭാഗത്താ. സത്യാവസ്ഥ മീനാക്ഷി പറഞ്ഞപ്പോൾ അറിഞ്ഞത്. സോറി, സോറി ഫോർ എവരിത്തിങ്. ജയിക്കുമോനെ, പോലീസുകാർക്ക് ഒരു പട്ടിയെ വേണമെന്ന് പറഞ്ഞല്ലോ. കൊടുത്തു ഒടിഞ്ഞ് ഇനി കുറച്ച. എന്റെ കൊച്ചെന്തേ? കുഞ്ഞു താഴെ പോയി. കുഞ്ഞു താഴെ പോയി. ലൂക്കാ കേറുവാ. ഈ കൊതിക്കോ ഇങ്ങനെ? അമ്മച്ചിയുടെ ഓഫീസിൽ ഇരുന്നോളുമായിരുന്നോ പോയാല്? ഇരിക്കുമായിരുന്നോ അമ്മച്ചിയുടെ ഓഫീസില്? പട്ടിയൊക്കെ മൂത്രമൊഴിക്കുന്ന കാണിച്ചു കൊടുക്കുന്നത്. ഇനി നമ്മള് പോവാണോ? കഴിഞ്ഞോ? ഇനി നമ്മള് തിരിച്ച് ഫ്ലാറ്റിൽ പോവാണോ? തിരിച്ച് ഫ്ലാറ്റിൽ പോവില്ല, നമ്മൾ ബാങ്കിൽ കയറിയിട്ടാണ് പോകുന്നത്. ഇത് ബാങ്ക് അല്ലല്ലോ. ഇവിടെ ബാങ്ക് ഉണ്ടാവും. 10 മണിക്ക് ബാങ്ക് തുറക്കുള്ളൂ. അച്ഛൻ അവിടെ പോവാ. ഇല്ല.
വീണ്ടും ഹലോ, ഇതെവിടെയാ കയറിയിരിക്കുന്നേ? ജയിക്കുമോനെ ആഴ്ച പോയല്ലോ. കാണാൻ പറ്റുന്നുണ്ടോ ഊക്ക? ഞങ്ങൾ മീൻ വാങ്ങിക്കാൻ പോവാ. എവിടെ പോണേ? വൈപ്പിനില്. അതും ഫിഷ് മാർക്കറ്റ് ആണോ? അല്ലേ അല്ലേ, ഫിഷ് മാർക്കറ്റ്. ജയിക്ക ഇന്ന് മീൻ വാങ്ങിക്കുന്നേ. ജയിക്കുമോൻ ഇറങ്ങിപ്പോയി മീനൊക്കെ വാങ്ങിച്ചോണ്ട് വന്നാണ്. ഞങ്ങൾ വണ്ടി ഇരിക്കത്തേ ഉള്ളൂ. ഇത് ജാടേ ജയിക്കുന്ന മോത്ത്. കുഞ്ഞിപ്പെണ്ണേ, എന്തോ അതാ ഇതെവിടെ പോവാടാ? മീൻ അമ്പ കൊറേ മീനുകളുണ്ട്. എവിടെ നിന്നാ വാങ്ങിക്കുന്നേ? ആ കടയിൽ പോക്കോ. കാലമുക്കോ എന്തോ എന്തോ. ഞാൻ ഇറങ്ങുന്നില്ല, ഇല്ലെങ്കിൽ ഓരോ മീനിന്റെ നമുക്കൊക്കെ വീഡിയോ എടുക്കായിരുന്നു. നല്ല മീനാ. എന്താണാവോ സാറ് നോക്കിയിരിക്കുന്നത്? ഹലോ ലൂക്കേ, ചേട്ടായി മടുത്തു. കുരയ്ക്കുന്നോ ലൂക്ക? മീൻ കണ്ടോ? എവിടുന്ന് മീൻ വാങ്ങിക്കാൻ പോയത്? കാണാൻ വയ്യ ഇവിടെ. അതൊക്കെ ആയിരിക്കുമല്ലോ ഫിഷ് ബോട്ട്സ്, ഫിഷിംഗ് ബോട്ട്സ് അല്ലാൽസൊക്കെ. ത്രിവിക്രമിന് പോകാറായില്ലേ? ഞാൻ പോകുന്നു. ബൈ ബൈ.